ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഫാക്ടറി മെത്തേഡ് ഡിസൈൻ പാറ്റേൺസിനെ കുറിച്ച് പഠിക്കാം. അപ്പം വാട്ട് ഈസ് ഫാക്ടറി മെത്തേഡ് ഡിസൈൻ പാറ്റേൺ? സോ ഫാക്ടറി മെത്തേഡ് ഡിസൈൻ പാറ്റേൺ കംസ് അണ്ടർ ക്രിയേഷണൽ ഡിസൈൻ പാറ്റേൺ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഫാക്ടറി മെത്തേഡാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേഷണൽ ഡിസൈൻ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലം ഓഫ് ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ്. സോ ഇൻ ദിസ് ഫാക്ടറി മെത്തേഡ് ഡിസൈൻ പാറ്റേൺ we are using a factory method to deal with the problem of creating object. ഇപ്പോൾ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡിസൈൻ പാറ്റേൺസ് ഇൻ ജാവയാണ്. പിന്നെ ഇതിനെ വെർച്വൽ കൺസ്ട്രക്ടർ എന്ന് കൂടെ പറയും ഫാക്ടറി പാറ്റേണിന്. അപ്പോൾ നമുക്ക് ഒരു ഡയഗ്രാം വെച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കാം. അതായത് നോർമൽ രീതിയിലാണെങ്കിൽ ക്ലയൻറ്റ് ഡയറക്റ്റ് ആയിട്ടാണ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട്. പ്രോഡക്റ്റ് ഡയറക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫാക്ടറി മെത്തേഡ് പാറ്റേണിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ക്ലയൻറ്റ് വിൽ ആസ്ക് ദ ഫാക്ടറി ടു ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് ഫോർ ഇറ്റ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫാക്ടറി മെത്തേഡ് എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നോക്കാം. അപ്പം ഇമാജിൻ നമ്മളൊരു ഇലക്ട്രിസിറ്റി ബിൽ ജനറേറ്റിംഗ് ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വേർഷൻ ഓഫ് ആപ്ലിക്കേഷനിൽ നമ്മൾ രണ്ട് പ്ലാൻ, അതായത് ഡൊമസ്റ്റിക് പ്ലാനും ഉണ്ട്, നമുക്ക് കൊമേഴ്ഷ്യൽ പ്ലാനും ഉണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് കഴിയുമ്പം ആഫ്റ്റർ എ വൈൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ യൂസേഴ്സിനെ കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആ ചേഞ്ച് നമ്മൾ എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ട്, പ്ലാൻ, രണ്ട് കോൺക്രീറ്റ് ക്ലാസ്സസ് ഉണ്ട്, അതിൻ്റെ ചൈൽഡ് ക്ലാസ്സസ് ആണ്. പിന്നെ ഇവിടെ ഒരു ജനറേറ്റ് ബിൽ ക്ലയൻ്റ് ഉണ്ട്. ആ ജനറേറ്റ് ബിൽ ക്ലയൻ്റ് ആണ് ഡയറക്റ്റായിട്ട് ഈ ഡൊമസ്റ്റിക് പ്ലാനും ഈ കൊമേഴ്ഷ്യൽ പ്ലാനും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡ് വൈസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇത് ബിഫോർ ഫാക്ടറി പാറ്റേൺ ആണ്. അതായത് ഒരു പ്ലാൻ ഉണ്ട്, ഗെറ്റ് റേറ്റും ഗെറ്റ് ഫിക്സഡ് കോസ്റ്റും. അപ്പം ഇതിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് റേറ്റ് ഇൻറ്റു യൂണിറ്റ് ആണ് ഫോർമുല. അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം പ്ലാനിൻ്റെ രണ്ട് സബ് ക്ലാസ്സസ് ഉണ്ട്, അതായത് കൊമേഴ്ഷ്യൽ പ്ലാൻ, എക്സ്റ്റൻസ് പ്ലാൻ. പിന്നെ അതിൻ്റെ പ്ലാനിൻ്റെ അകത്തുള്ള മെത്തേഡ് രണ്ടും ഓവറൈഡ് ചെയ്തിട്ടുണ്ട്. സെയിം തിങ് വിത്ത് ഡൊമസ്റ്റിക് പ്ലാൻ ഓൾസോ, അതായത് പ്ലാനിൻ്റെ അകത്തുള്ള രണ്ട് മെത്തേഡും നമ്മൾ ഓവറൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റേതായ റേറ്റും ഫിക്സഡ് കോസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കമ്പ്യൂട്ടർ ബിൽ എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റി ക്ലാസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. അതിനകത്ത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് റേറ്റിൻ്റെ യൂണിറ്റ്സ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതാണ് ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഇനി നമുക്ക് ജനറേറ്റ് ബിൽ ക്ലയൻറ്റിലേക്ക് പോകാം. ജനറേറ്റ് ബിൽ ക്ലയൻറ്റിൽ നമ്മൾ കുറച്ച് സിസ്റ്റം ഡോട്ട് ഇൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ യൂസറിനോട് ചോദിച്ചിട്ട് ഏതാണ് പ്ലാൻ നിങ്ങളുടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതേപോലെ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്തു എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലയൻ്റാണ്, അതായത് ജനറേറ്റ് ബിൽ എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻ്റാണ്. ആ ക്ലയൻ്റാണ് നമ്മുടെ ഈ സബ് ക്ലാസ്സസ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പ്ലാൻ നെയിം എന്താണെന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മുടെ ക്ലയൻറ്റ് ഏത് ക്ലാസ്സാണ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഒരു ഫോർമുല ഉണ്ട്, സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു ന്യൂ സബ് ക്ലാസ്. ഇതാണ് നമ്മുടെ ഒരു സബ് ക്ലാസ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ളൊരു ഫോർമുല. ഓക്കെ, അപ്പോൾ അതിനകത്ത് പ്ലാൻ ഇസ് ഈക്വൽ ടു നൾ കൊടുത്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? പ്ലാൻ ഇസ് ഈക്വൽ ടു ന്യൂ ഡൊമസ്റ്റിക് പ്ലാൻ ആണ് കൊടുക്കുന്നത്. പ്ലാൻ ഇസ് ഈക്വൽ ടു ന്യൂ ഡൊമസ്റ്റിക് പ്ലാൻ എന്നാണ് അതാവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്ലാൻ ആണെങ്കിൽ ഇവിടെ പ്ലാൻ ഇസ് ഈക്വൽ ടു ന്യൂ കൊമേഴ്ഷ്യൽ പ്ലാൻ എന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പ്ലാൻ പാസ് ചെയ്തും യൂണിറ്റ് പാസ് ചെയ്തിട്ട് നമ്മൾ ബിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ആണിത്. അപ്പം അണ്ടിൽ ദിസ് എവറിത്തിങ് ഇസ് ഫൈൻ അല്ലേ? ഇനി നമുക്ക് പുതിയൊരു യൂസറിനെ ആഡ് ചെയ്യണം. അതായത് ഈ ഒരു കോഡ് നമ്മൾ ഓൾറെഡി ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ക്ലയൻറ്റ് കോഡും ഡിപ്ലോയിഡ് ആണ്, അതേപോലെ നമ്മുടെ പ്രോഡക്റ്റ് കോഡും ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു വേർഷനിൽ അവർ പറയുകയാണ് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ യൂസറും കൂടെ വേണം. അതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റിയും കൂടെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ കൊമേഴ്ഷ്യൽ പ്ലാൻ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ, എക്സ്റ്റൻസ് പ്ലാൻ ചെയ്തിട്ട് ഗെറ്റ് റേറ്റും ഗെറ്റ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഓവറൈഡ് ചെയ്യാം. അതിൻ്റെ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ജനറേറ്റ് ബിൽ ക്ലയൻ്റ് അകത്ത് നമ്മളൊരു എൽസിഎഫ് ലൂപ്പ് കൊടുത്തിട്ട് പ്ലാൻ നെയിം ഡോട്ട് ഈക്വൽസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് കൊടുത്തിട്ട് പ്ലാൻ ഇസ് ഈക്വൽ ടു ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ അകത്ത് എന്ത് ചേഞ്ച് വരുത്തുവാണെങ്കിലും സിമിലർ ആയിട്ടുള്ള ഒരു കോഡ് ചേഞ്ച് നമുക്ക് ക്ലയൻറ്റിൻ്റെ അകത്തും വരുത്തണം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഈ പ്രോഡക്റ്റും ക്ലയൻറ്റും ടൈറ്റ്ലി കപ്പിൾഡ് ആണ്.
അപ്പം ഇത് ഒരു ഡ്രോബാക്കാണ് ഈ ഒരു കോഡിൻ്റെ. അപ്പം ഈ ഡ്രോബാക്ക് സോൾവ് ചെയ്യുന്നതാണ് എന്ത്, ഫാക്ടറി മെത്തേഡ് പാറ്റേൺ. അപ്പം ഈ ഡ്രോബാക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ സൊല്യൂഷൻ ഇസ് ടു ക്രിയേറ്റ് എ സ്റ്റാറ്റിക് ഓർ എ ഫാക്ടറി മെത്തേഡ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റും ക്ലയൻറ്റും ലൂസ്ലി കപ്പിൾഡ് ആവും. അപ്പോൾ ഇതിൻ്റെ UML ഡയഗ്രാം ഒന്ന് വെച്ച് നോക്കാം. അതായത് നമുക്കൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ട്, അതിൻ്റെ 3 ചൈൽഡ് ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ജനറേറ്റ് ബിൽ ക്ലയൻറ്റ് ഉണ്ട്, എക്സാക്ട്ലി ലൈക്ക് ദ പ്രീവിയസ് കേസ്. അപ്പം ഈ ജനറേറ്റ് ബിൽ ക്ലയൻറ്റ് ആസ്ക് ദ ഫാക്ടറി, അതായത് ഈ പ്ലാൻ ഫാക്ടറിനോട് പറയും ടു ക്രിയേറ്റ് എ സബ് ക്ലാസ്. ഓക്കെ, അതാണ് ഈ ഒരു സിനാരിയോ. അപ്പോൾ നമുക്ക് കോഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതെല്ലാം ഒന്ന് ക്ലോസ് സോൾവ് ചെയ്യാം. അപ്പം കോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ പ്ലാൻ നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലാസ്, പിന്നെ നമ്മുടെ 3 കോൺക്രീറ്റ് ക്ലാസ്, ഡൊമസ്റ്റിക് പ്ലാൻ, കൊമേഴ്ഷ്യൽ പ്ലാൻ, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ വിത്ത് ഇറ്റ്സ് ഓൺ റേറ്റ്. ഓക്കെ, അതേപോലെ നമ്മുടെ ഒരു ജനറേറ്റ് ബിൽ ക്ലയൻറ്റ് ഉണ്ട്. ഓക്കെ, ജനറേറ്റ് ബിൽ ക്ലയൻറ്റിൻ്റെ അകത്ത് നമ്മൾ ഈ യൂസറിനോട് ചോദിക്കേണ്ട ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ പ്ലാൻ ഇസ് ഈക്വൽ ടു പ്ലാൻ ഫാക്ടറി ഡോട്ട് ഗെറ്റ് പ്ലാൻ ഓഫ് പ്ലാൻ നെയിം. അതായത് പ്ലാൻ ഫാക്ടറിയുടെ അകത്ത് നമുക്കൊരു ഗെറ്റ് പ്ലാൻ ഉണ്ട്, അവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഇൻസ്റ്റാൻഷിയേറ്റ് ആവുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് മെത്തേഡാണ്. ആ സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ അകത്ത് പണ്ട് ഏത് കോഡായിരുന്നോ ഇഫ് എൽസ് ലോജിക് ഉണ്ടായിരുന്നല്ലേ, സെയിം ലോജിക്കാണ് നമ്മൾ ഒരു ഫാക്ടറി മെത്തേഡിൻ്റെ അകത്തുള്ളത്. അപ്പം നമുക്ക് ഇനി ഭാവിയിൽ ഇനിയിപ്പോൾ വേറൊരു പ്ലാൻ വരുവാണെങ്കിൽ നമ്മൾ പ്ലാനിൻ്റെ ഒരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, ഡൊമസ്റ്റിക് പ്ലാൻ പോലെ തന്നെ. പിന്നെ നമ്മൾ ഈ പ്ലാൻ ഫാക്ടറിയിൽ വന്നിട്ട് ഒരു എൽസിഫ് ലൂപ്പും കൂടെ കൊടുത്തിട്ട് പ്ലാൻ ഈസ് ഈക്വൽ ടു ന്യൂ ജനറിക് പ്ലാൻ, അങ്ങനെ ഒരു പുതിയ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ബിൽ ക്ലയൻ്റ് എന്ന് പറഞ്ഞ ഈ ക്ലാസ്സിൻ്റെ അകത്ത് ഒറ്റ കോഡ് ചേഞ്ച് പോലും നമ്മൾ വരുത്തുന്നില്ല, നമ്മൾ മാറ്റുന്നേ ഇല്ല, ഒരു കോഡ് ചേഞ്ചും ഇല്ല. ഓക്കെ, പക്ഷേ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് സബ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാം, ഈ പ്ലാൻ്റെ സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ പ്ലാൻ ഫാക്ടറിൻ്റെ അകത്ത് നമുക്ക് എത്ര ഇഫ് എൽസ് ലൂപ്പും നമുക്ക് എഴുതാം. അപ്പം ഈ പ്ലാൻ ഫാക്ടറി എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോഡാണ്. അപ്പം ഇതിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ക്ലയൻറ്റ് തീരെ ഒരിക്കലും മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ലൂസ്ലി കപ്പിൾഡ് ഒരു കോഡാണ് ഉണ്ടാക്കുന്നത്. പ്രോഡക്റ്റും ക്ലയൻറ്റും ഇവിടെ നോക്കുകയാണെങ്കിൽ ലൂസ്ലി കപ്പിൾഡാണ്. അപ്പോൾ അതാണ് ഒരു പ്ലാൻ ഫാക്ടറി ഉണ്ടാക്കേണ്ടത് ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒരു ഫാക്ടറി മെത്തേഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് മെത്തേഡിനകത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഫാക്ടറി മെത്തേഡ് ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം എപ്പോഴൊക്കെയാണ് ഈ ഫാക്ടറി മെത്തേഡ് പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? അപ്പം ഈ ദ ക്ലാസ് ഓർ ഇൻ്റർഫേസ് നീഡ്സ് ടു ബി എക്സ്റ്റെൻഡഡ് ഓർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ടു സബ് ക്ലാസ്സസ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ പല സബ് ക്ലാസ്സസോ അല്ല ഒരു ഇൻ്റർഫേസിൻ്റെ പല സബ് ക്ലാസ്സസോ ഉണ്ടാവുന്ന ഒരു കേസാണെങ്കിൽ ഓക്കെ, നമുക്ക് മേ ബി വി വിൽ ഹാവ് ടു യൂസ് പ്ലാൻ ഫാക്ടറി എന്നുള്ളൊരു ഇത് വരും, ഒരു ഫാക്ടറി മെത്തേഡ് ക്ലാസ് ഉപയോഗിക്കണം എന്നുള്ളൊരു ഇത് വരും. ദ ക്ലാസ് ഡസൻ നോ വിച്ച് സബ് ക്ലാസ് ഇറ്റ് ഹാസ് ടു ക്രിയേറ്റ്. ഓക്കെ, ഒരു അൺനോൺ തിങ് ആണ്, അതായത് നമുക്ക് ഏത് സബ് ക്ലാസ് ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ആ ഒരു സംഭവത്തിലും നമ്മൾ ഫാക്ടറി മെത്തേഡ് പാറ്റേൺ നമ്മൾ ഉപയോഗിക്കും. അതേപോലെ ദ പ്രോഡക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ടെൻ ടു ചേഞ്ച് ഓവർ ടൈം ബട്ട് ദ ക്ലയൻറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതായത് നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞില്ലേ, ഇവിടെ പ്രോഡക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമ്മുടെ ക്ലയൻറ്റ് മാറുന്നില്ല, ക്ലയൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ക്ലയൻറ്റിനെ കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു കേസിൽ. ആ ഒരു കേസാണെങ്കിൽ നമ്മൾ ഫാക്ടറി മെത്തേഡ് പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ടു യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.